വാർത്തകളിലേക്ക് വിശദമായി. ബസ് ഓടിക്കുന്നതിനിടെ പലതവണ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും. ഡ്രൈവറോട് നാളെ ഹാജരാകാൻ RTO നിർദ്ദേശം നൽകി. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന സംസം ബസ്സിലെ ഡ്രൈവറാണ് അലക്ഷ്യമായി ബസ് ഓടിച്ചത്. കൊച്ചിയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് 32 ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസ്, KSRTC, സ്കൂൾ ബസ് എന്നിവയിലെ 26 ഡ്രൈവർമാർ പിടിയിലായി. വിനേഷ് കുമാറും ഡാനി പോളും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ആളുകളുടെ ജീവൻ പന്താടിക്കൊണ്ടാണ് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള ഡ്രൈവിംഗ് നടക്കുന്നത്. പലതവണ മൊബൈൽ ഉപയോഗിക്കുന്നു. എത്ര കൂളായാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അത്ഭുതം തോന്നും. ഇത് ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല, പലയിടങ്ങളിലും ഇത് നടക്കുന്നു. നേരത്തെയും ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെ നടപടികളിലേക്കാണ് അധികൃതർ കടക്കുന്നത്? രേണുക, ഇന്നലെയാണ് സംഭവം. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന സംസം ബസ്സിലെ ഡ്രൈവറാണ് അലക്ഷ്യമായി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യമാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫറോക്ക് RTO വിശദീകരണം തേടുകയും അന്വേഷണം ഉത്തരവിടുകയും ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ ഡ്രൈവറോട് പോലീസ് സ്റ്റേഷൻ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയും അലക്ഷ്യമായ ഡ്രൈവിംഗും എല്ലാം നല്ല വലിയ ചർച്ചയായിരുന്നു. നിരവധി മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിരത്തുകളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 7 കിലോമീറ്റർ ദൂരത്തിനിടയിൽ 8 തവണയാണ് ഇയാൾ ഫോൺ ചെയ്തു എന്നാണ് യാത്രക്കാരുടെ വിശദീകരണം. യാത്രക്കാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഫറോക്ക് മുതൽ ഇടിമൂഴിക്കൽ വരെ 7 കിലോമീറ്ററാണ്. ഇടിമൂഴിക്കൽ മലപ്പുറം അതിർത്തിയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ്. ഈ 7 കിലോമീറ്ററിനുള്ളിൽ 8 തവണയാണ് ഇയാൾ ഇതുപോലെ അലക്ഷ്യമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ RTO എത്രയും പെട്ടെന്ന് ഇയാളോട് ഹാജരാവാൻ പറഞ്ഞിട്ടുള്ളത്. നാളെ തന്നെ ഹാജരാവാനാണ് ഡ്രൈവറോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ നമുക്കറിയാം, ഇത്തരത്തിൽ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുമൊക്കെ കർശന നടപടി ഉണ്ടാവും. ഇയാളുടെ ലൈസൻസ് ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യും എന്നതുൾപ്പെടെയുള്ള നടപടി ഒരു പക്ഷേ റീജിയണൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രേണുക. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു കൊച്ചുകുട്ടിയുണ്ട്. യാത്രക്കാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ജീവൻ അപായപ്പെടും എന്ന് ഭയന്ന നാട്ടുകാർ തന്നെയാണ്, അല്ലെങ്കിൽ യാത്രക്കാർ തന്നെയാണ് ആ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് കൈമാറിയത്. എന്തായാലും കർശന നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്ന് വരുന്നത് അതിലും ഭീകരമായ വാർത്തയാണ്. കൊച്ചിയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് 32 ബസ്സുകളാണ് കസ്റ്റഡിയിലെടുത്തത്. ഡാനി പോളുണ്ട് വിവരങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം വളരെ അലക്ഷ്യമായി സ്വകാര്യ ബസ് ഓടിച്ച് കയറ്റി ഒരു യുവാവിന് ദാരുണാന്ത്യമുണ്ടായ വാർത്ത നമ്മൾ കണ്ടു. എങ്ങനെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ ഉത്തരമാണ് ഈ ഇന്നത്തെ പരിശോധനയും അതിന്റെ ഫലവും. 32 ബസ്സുകൾ, അതിൽ 20ഓളം സ്വകാര്യ ബസ്സുകൾ, അതിലെ ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവർക്കെതിരെ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു? കൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ വ്യാപകമായ രീതിയിലാണ് പരിശോധിക്കപ്പെടുന്നത്. എറണാകുളം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത്. ഇതിൽ സ്വകാര്യ ബസ്സുകളും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. സംയോജിതമായ ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. പ്രധാനമായും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ബസ് അപകടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ രീതിയിൽ പോലീസിന് വിമർശനം നേരിട്ടിരുന്നു. നടപടികളുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു. DCP വിളിച്ചു വരുത്തിയാണ് ഹൈക്കോടതി ഈ ഒരു നിർദ്ദേശം നൽകിയത്. അങ്ങനെ പൊതുവിൽ അത്തരം ബസ്സുകൾ പരിശോധിക്കപ്പെടണമെന്ന് കേരളത്തിൽ പൊതുവിൽ തന്നെയും അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിൽ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾ നടന്നത്. കൊച്ചിയിൽ 20ഓളം സ്വകാര്യ ബസ്സുകളാണ് ഇതനുസരിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നു വന്നത്, പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. ഇതിൽ 22ഓളം ഡ്രൈവർമാർ, സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെയും സ്കൂൾ ബസ്സുകൾ, 4 സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ
തന്നെയാണ് 2 KSRTC ബസ് ഡ്രൈവർമാരും മദ്യപിച്ചുള്ള ഈ വാഹന പരിശോധനയിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ 22ഓളം പേരെ ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ കർശനമായ രീതിയിൽ തന്നെ പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ കൂടി നിരീക്ഷണത്തിന്റെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ കൂടി ആവശ്യപ്പെട്ടതിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിശോധനകൾ കർശനമാക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചുള്ളത്. KSRTC ബസ്സുകളിലേക്കും അടക്കം പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം സ്കൂൾ ബസ്സുകളിൽ എത്രമാത്രം ജാഗ്രതയുണ്ട് എന്നതുകൂടി കാണിക്കുന്നതാണ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയുണ്ടായിരുന്നത്. 4ഓളം സ്കൂൾ ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കുമാറും ഡാനിപ്പോളുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ റിസോർട്ടിലെ തടയണകൾ പൊളിക്കുന്നു. 1 മാസത്തിനകം പൊളിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നാച്ചുറൽ റിസോർട്ടിലാണ് തടയണകൾ പൊളിക്കുന്നത്. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് നൽകിയിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് എന്തായാലും തടയണകൾ പൊളിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ന്യൂസ് 18 നിരന്തരം റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. മറ്റൊരു വാർത്തയിലേക്ക്. ആൾക്കൂട്ട ആക്രമണത്തിന് പിന്നാലെ വയനാട് സ്വദേശിയായ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. വിശ്വനാഥന്റെ വീട്ടിലെത്തിയ സ്ഥലം MP രാഹുൽ ഗാന്ധിയോടും കുടുംബം ഈ ആവശ്യം ഉന്നയിച്ചു. അതേസമയം വിശ്വനാഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവന്നേക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരെ കേസിൽ ചോദ്യം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പം എത്തിയ ആദിവാസി യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷമാണ് ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആരോപണം. എന്തോ അവിടെ സംഭവിക്കാണ്ട് അവൻ ചെയ്യൂല, തൂങ്ങി മരിക്കാൻ അവൻ എന്തായാലും പോകില്ല. പിന്നെ അതുമല്ല, ആ സ്ഥലത്ത് നിന്ന് ചാടിയങ്ങാണ്ട് ഒരു മനുഷ്യനാ, ഏത് മനുഷ്യന്മാരാണ് ചെറിയൊരു മുറി പറ്റിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ മൈൻഡും പോകും, പിന്നെ മരിക്കാൻ പോകില്ല. പരിക്ക് പറ്റിയത് പിന്നെ ഈ ജസ്റ്റിന്റെ ഇവിടെ അങ്ങനെ ഉണ്ട്, പിന്നെ ഇടത്തേങ്കാലിലെ മുട്ടിന്റെ താഴത്ത് പൊട്ടിയിട്ടുണ്ട്. വയനാട് MP രാഹുൽ ഗാന്ധി കൽപ്പറ്റയ്ക്കടുത്ത വിശ്വനാഥന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. അന്വേഷണം വേണമെന്ന ആവശ്യം കുടുംബം രാഹുലിനോട് ഉന്നയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 വയനാട്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനം തുടരുകയാണ്. കളക്ട്രേറ്റിൽ ദിശ മീറ്റിംഗിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. കൽപ്പറ്റയിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ രാഹുൽ എത്തി. കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഉച്ചയ്ക്ക് ശേഷം പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പള്ളിപ്പുറത്ത് തോമസിന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി എത്തും. അശ്വിൻ വല്ലത്തുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. വലിയ സ്വീകരണം ലഭിച്ചു. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ വിവിധ സന്ദർശന പരിപാടികൾ നടക്കുന്നു. ഇനിയുള്ള പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ ഇന്ന് ഉച്ചവരെയുള്ള പരിപാടികൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഉച്ചവരെ ഈ രാവിലെ തന്നെ മണിയങ്കോട് KPCC നിർമ്മിച്ചു നൽകുന്ന ഒരു വീട്ടിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി. അങ്ങനെയാണ് വയനാട് മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ തുടങ്ങുന്നത്. പിന്നീട് അതിനുശേഷം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വിശ്വനാഥന്റെ വീട്ടിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തി. ബന്ധുക്കൾ ഈ മരണവുമായി ബന്ധപ്പെട്ട പല പരാതികളും രാഹുലിനെ ധരിപ്പിച്ചു. വിശ്വനാഥന്റെ മാതാവുമായും ഭാര്യയുമായും ഒക്കെ
തന്നെ രാഹുൽ സംസാരിച്ചു. കേസിൽ വിശദമായ അന്വേഷണം ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് രാഹുൽ കുടുംബാംഗങ്ങൾക്ക് നൽകി. മാത്രമല്ല ഈ ഇവരുമൊക്കെയായിട്ട് സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന കുറെ പരാതികൾ ഈ ആശുപത്രിയിലൊക്കെ വെച്ച് നേരിട്ട സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നൊക്കെ നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ചൊക്കെയുള്ള പരാതികൾ കുടുംബാംഗങ്ങൾ രാഹുലിനെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് കലക്ടറേറ്റിൽ നടന്ന മീറ്റിംഗുകളിൽ രാഹുൽ പങ്കെടുക്കുന്നത്. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളിൽ രാഹുൽ പങ്കെടുത്തു. ഇനി ഉച്ചയ്ക്ക് ശേഷം രാഹുൽ പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന്റെ വീട്ടിൽ രാഹുൽ എത്തും. 2:30 രാഹുൽ ഈ വീട്ടിലെത്തുന്നത്. അതിനുശേഷം 3:30 പൊതുപരിപാടി, രാഹുൽ ഗാന്ധിയുടെ പൊതുപരിപാടി 3:30 വയനാട് മീനങ്ങാടിയിൽ ഒരു പൊതുയോഗമുണ്ട്. അവിടെ വെച്ച് ഈ KPCC നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ താക്കോൽ ദാനം രാഹുൽ നിർവഹിക്കും. ആ പൊതുപരിപാടിയിൽ ഈ ജോഡോ യാത്ര കഴിഞ്ഞതിന് ശേഷം രാഹുൽ ആദ്യമായാണ് മണ്ഡലത്തിൽ എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുലിന്റെ ആദ്യത്തെ പൊതുപരിപാടിയും ആദ്യത്തെ പബ്ലിക് മീറ്റിംഗും ഒക്കെയാണ് മീനങ്ങാടിയിൽ നടക്കാൻ പോകുന്നത്. അതിന് ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ രാഹുലിനൊപ്പമുണ്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ രാഹുലിനൊപ്പമുണ്ട്. രേണുക. ശരി, അശ്വിൻ മല്ലത്താണ് വിവരങ്ങൾ നൽകിയത്. ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരത്തിന് വൈകിട്ട് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോഴിക്കോട്ട് നിർവഹിക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റിന് മുന്നിലുമാണ് സമരം. തലസ്ഥാനത്ത് BJPയുടെ പ്രതിഷേധവും ഉണ്ട്. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത് 20ഓളം നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. എന്നാൽ പന്നിയങ്കര, കുഴൽമന്ദം, പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രാദേശിക നീക്കുപോക്ക് വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി വിട്ടുവീഴ്ചകൾ വേണം. അപ്പോൾ പണ്ട് വലിയ പാർട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അനാവശ്യ വാശി ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ജുഡീഷ്യറിയിൽ ഇടപെടുന്നുവെന്ന മുഖ്യമന്ത്രി. ഇത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. പാർലമെന്റിൽ ഇടതുപക്ഷ സാന്നിധ്യമാണ് ആവശ്യം. കേരളത്തിൽ BJPയും കോൺഗ്രസും സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കുട്ടനാട് രാമങ്കരിയിൽ വിവിധയിടങ്ങളിൽ CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്ക്. മാമ്പുഴക്കരയിൽ ഉച്ചയോടെയുണ്ടായ തർക്കമാണ് തുടർ സംഘർഷങ്ങൾക്ക് കാരണമായത്. 308 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് 2 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ 5 പേർ അറസ്റ്റിലായി. മാമ്പുഴക്കരയിൽ അജിത്ത് എന്ന പാർട്ടി അംഗത്തെ ടിജിൻ എന്നയാൾ അധിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതാണ് തർക്കങ്ങൾക്ക് തുടക്കം. തർക്കത്തിനിടയിൽ സുബിൻ എന്ന വ്യക്തി ടിജിനെ അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ ടിജിന്റെ സുഹൃത്തുക്കളായ രഞ്ജിത്ത് രാമേന്ദ്രൻ, ശരവൺ എന്നിവർ രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച CPM പ്രവർത്തകരായ മറ്റൊരു വിഭാഗവുമായി ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിലേർപ്പെട്ട ഭൂരിഭാഗം പേരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഏറ്റുമുട്ടൽ രഞ്ജിത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റു. രഞ്ജിത്തിന്റെയും ശരവന്റെയും ആക്രമണത്തിൽ കിഷോർ എന്ന മറുവിഭാഗത്തിലെ ആൾക്കും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. രഞ്ജിത്ത്, ശരവൺ എന്നിവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ശരവണിനെയും രഞ്ജിത്തിനെയും ആക്രമിച്ചതിൽ 308 വകുപ്പ് പ്രകാരം വധശ്രമത്തിന് 9 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കിഷോറിനെ ആക്രമിച്ചതിൽ ശരവണിനും രഞ്ജിത്തിനുമെതിരെ തിരിച്ചും 308 പ്രകാരം കേസെടുത്തു. ഇവരെല്ലാം തന്നെ പാർട്ടി അനുഭാവികളും കുട്ടനാട്ടിലെ പ്രശ്നങ്ങളിൽ പാർട്ടി വിമത വിഭാഗത്തോടൊപ്പം നിൽക്കുന്നവരുമാണ്.
ശരവണൻ ഔദ്യോഗിക പക്ഷത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറിയും രഞ്ജിത്ത് DYFI മേഖലാ സെക്രട്ടറിയുമാണ്. വിമത ഔദ്യോഗിക പക്ഷങ്ങളുമായി നിലനിൽക്കുന്ന മുൻ തർക്കങ്ങളും പ്രകോപനങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ആലപ്പുഴ. അട്ടപ്പാടിയിൽ രോഗിയുമായി പോയ 108 ആംബുലൻസ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. അട്ടപ്പാടി ചുരത്തിലിറങ്ങിയ ഒറ്റയാന്റെ മുൻപിലാണ് ആംബുലൻസ് മുന്നോട്ടു പോകാൻ കഴിയാതെ ഏറെ നേരം കുടുങ്ങിക്കിടന്നത്. ഇതുവഴി എത്തിയ KSRTC ബസും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. അട്ടപ്പാടി ചുരത്തിൽ വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ഡ്രൈവർ മുന്നിൽ കാട്ടാനയെ കണ്ടത്. തുടർന്ന് 1 കിലോമീറ്ററോളം വാഹനം പുറകോട്ടെടുത്തു. ഇതുവഴി എത്തിയ KSRTC ബസും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. ഒറ്റയാൻ റോഡിൽ തമ്പടിച്ചതോടെ 1 മണിക്കൂറോളം ഇരുഭാഗത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ചുരത്തിൽ കാട്ടാന ഇറങ്ങിയത് യാത്രക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കർണാടകയിലെ കുട്ടയിൽ 2 പേരെ കടുവ കൊന്നു. കുട്ട ചൂറിക്കാട് കാപ്പി എസ്റ്റേറ്റിൽ 12കാരനെയും മധ്യവയസ്കനെയുമാണ് കടുവ ആക്രമിച്ചു കൊന്നത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, ദുഃഖകരമായ വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, നമുക്ക് കിട്ടിയ വാർത്തയിൽ ഒരു വ്യക്തതക്കുറവുണ്ട്. ഈ 12കാരനല്ല, യുവാവായ ആളാണ് ഒരാള്, ഒന്ന് മധ്യവയസ്കൻ. ഇവർ ഈ കാപ്പി പറിക്കുന്ന സംഘമാണ്. കുൻസൂരിൽ നിന്ന് ഈ കൊടക് ഭാഗത്ത് കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കാൻ എത്തിയ സംഘത്തിന് നേരെയാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ 2 പേരാണ് മരിച്ചതെന്നാണ് ഇപ്പൊ പ്രാഥമികമായ വിവരം. ഇവരുടെ മൃതദേഹം കുട്ട ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കടുവ സംരക്ഷണ കേന്ദ്രം, രാജീവ് ഗാന്ധി ദേശീയ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലാണ് കുട്ട ഗോളിക്കുപ്പ ഭാഗത്തെ കൃഷിയിടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ. ഇതുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് 1-2 ആളുകളെ ആക്രമിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഈ 2-3 മാസത്തിനിടയിൽ നിരന്തരമായി കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രദേശത്തെ സാധാരണക്കാരും കർഷകരും ഒക്കെ വലിയ ആശങ്കയിലാണ്. തൊഴിലാളികൾ കൃഷിയിടത്തിൽ ഇറങ്ങാതെ പ്രദേശത്ത് വലിയ ആശങ്കയിലാണ് അവരുടെ ജീവിതം തന്നെ. എന്തായാലും കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ അനുബന്ധ സ്ഥലങ്ങൾ എന്ന നിലയിൽ വീണ്ടും ഇത്തരം സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ജാഗ്രത പുലർത്താനാണ് വനംവകുപ്പ് പറയുന്നത്. പ്രദേശത്ത് വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇവരുടെ സംസ്കാര നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് നടന്ന സംഭവം പുറത്തറിയാൻ വൈകിയോ? തീർച്ചയായും ഇത് ഗോണിക്കുപ്പ കർണാടകയിലാണ്. സ്വാഭാവികമായിട്ടും കർണാടക മാധ്യമങ്ങളിലൊക്കെ ചെറിയ വാർത്തയായി ഇത് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ വന അതിർത്തിയായിട്ട് പോലും നമ്മളെ ആകെ 25 കിലോമീറ്റർ അപ്പുറത്താണ് കേരളത്തിൽ നിന്ന് അങ്ങോട്ടുള്ളത്. പക്ഷെ ഈ സംഭവം പുറത്തറിയാൻ ഇന്ന് രാവിലെയോടെയായി എന്നുള്ളതാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാക്കുന്നതിനായി സർക്കാർ വായ്പയെടുക്കും. 400 കോടി രൂപ ഹഡ്കോയിൽ നിന്നാണ് എടുക്കുക. പുലിമുട്ട് നിർമ്മാണത്തിനായിട്ടാകും തുക വിനിയോഗിക്കുക. പുലിമുട്ട് നിർമ്മാണം 30% പൂർത്തിയായാൽ പണം അനുവദിക്കുമെന്ന് സർക്കാർ അദാനി ഗ്രൂപ്പിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനു പുറമെ 850 കോടി കൂടി വായ്പയെടുത്ത് നൽകും. കരാർ പ്രകാരമാണ് നിർമ്മാണ കമ്പനിക്ക് സർക്കാർ വായ്പയെടുത്ത് നൽകുന്നത്. ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ ചോദ്യം ചെയ്യലിനായി ED മുൻപാകെ ഹാജരായി. നേരത്തെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസമാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവശങ്കർ മറ്റൊരു ദിവസത്തേക്ക് അപേക്ഷ നൽകുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് ഹാജരാകാനായി ആവശ്യപ്പെട്ടത്. സ്വപ്ന സുരേഷിനെയും PS സരിത്തിനെയും ഒരുമിച്ചിരുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്തിരുന്നു. 6 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് സ്വപ്നയും സരിത്തും അറിയിച്ചത്. സ്വപ്നയുടെ ലോക്കറിൽ നിന്നും കണ്ടെത്തിയ 1 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ലഭിച്ച കോഴയാണെന്നാണ് സ്വപ്നയുടെ മൊഴി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ED വിളിപ്പിച്ചത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ കരാറുകാരനായ സന്തോഷ് ഈപ്പന്റെ മൊഴിയും ED രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ 7ഓളം ജീവനക്കാർ ബ്ലേഡ് പലിശക്കാരെന്ന് ആത്മഹത്യ ചെയ്ത V ബിജുവിന്റെ കുറിപ്പ്
കടം വാങ്ങിയ തുകയുടെ 5 ഇരട്ടി തിരിച്ചടച്ചിട്ടും ബ്ലേഡ് മാഫിയ സംഘം തന്നെ മാനസികമായി പീഡിപ്പിച്ചു. കൊട്ടാരക്കര റൂറൽ പോലീസ് മേധാവിയുടെ പേരിലാണ് ബിജു കത്തെഴുതിയിരിക്കുന്നത്. ബിജുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ കോർപ്പറേഷൻ ജീവനക്കാർക്കെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ബ്ലേഡ് മാഫിയ സംഘമായി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആരോപണം. ബിജുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഈ സംഘത്തിൽപ്പെട്ടവരുടെ പേര് വിവരങ്ങളുണ്ട്. ഇവരിൽ നിന്ന് പണം വാങ്ങിയെന്നും 5 ഇരട്ടിയിലധികം തുക തിരിച്ചടച്ചിട്ടും വീണ്ടും പണം ആവശ്യപ്പെടുന്നതായും ബിജു കത്തിൽ പറയുന്നു. കടക്കിണിയിലായതോടെ കുട്ടികളുടെ പഠനവും വീട്ടുകാര്യങ്ങളും മുടങ്ങി. ഫെബ്രുവരി മാസത്തെ പലിശ അടയ്ക്കാൻ വൈകിയതോടെ മാഫിയ സംഘം നിരന്തരം ഭീഷണിപ്പെടുത്തി. ഇതോടെ താൻ ആത്മഹത്യയുടെ വക്കിലാണ്. കോർപ്പറേഷനിലെ 20% ജീവനക്കാരും ബ്ലേഡ് മാഫിയയുടെ പിടിയിലാണെന്നും കത്തിൽ പറയുന്നു. ബിജുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ബിന്ദുമോൾ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിന്റെയും ബിന്ദുവിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് എഴുകോൺ പോലീസ് മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം കല്ലമ്പലത്ത് വിദ്യാർത്ഥിനിയെ ഇടിച്ചു വീഴ്ത്തിയ അപകടകരമായ ബൈക്ക് സ്റ്റണ്ടിംഗ്. കല്ലമ്പലം തലവിളയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. തലവിള സ്വദേശി നൌഫലാണ് പെൺകുട്ടിയെ ഇടിച്ചു വീഴ്ത്തിയത്. അപകടത്തിൽ ഇരുവർക്കും പരിക്കേറ്റു. നൌഫലിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. 18 വയസ്സുള്ള നൌഫൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനകം തന്നെ 6 കേസുകളിൽ പെട്ടിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. കുട്ടനാട്ടിൽ കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് തകഴിയിൽ 1415 ഏക്കർ പാടശേഖരത്തിലെ കൃഷി കർഷകർ ഉപേക്ഷിച്ചു. ഇതോടെ 20,000 കർഷക തൊഴിലാളികളാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. ന്യൂസ് 18 അന്വേഷണം. ഈ തരിശായി കിടക്കുന്നത് 20,000-ഓളം കുടുംബങ്ങൾക്ക് അന്നം നൽകിയിരുന്ന പാടശേഖരങ്ങളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പാടശേഖരങ്ങൾ രജിസ്റ്റർ ചെയ്ത തകഴി കൃഷി ഓഫീസിന് കീഴിലുള്ള പാടങ്ങളിലാണ് കർഷകരുടെ മരണമണി മുഴങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി നെല്ല് സംഭരിച്ച ഇനത്തിൽ ലഭിക്കാനുള്ളത് 9 കോടി. എന്ന് കിട്ടുമെന്ന് പോലും പ്രതീക്ഷയില്ലാതായതോടെ കുന്നുമ്മ പടിഞ്ഞാറ്, കരിയാർ മുടിയിലക്കരി, 400 മുക്കട കിഴക്ക്, ചെട്ടുതറക്കരി, പന്നക്കളം പാടശേഖരങ്ങളിലെ കൃഷി കർഷകർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. നെല്ലങ്ങോട്ട് കൊയ്തിട്ട് കഴിഞ്ഞാൽ കിഴിവെന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു കിൻഡൽ നെല്ലിന് 3 കിലോ 4 കിലോ കിഴിവ്. ആ 4 കിലോ ഇപ്പം എനിക്ക് 100 കിൻഡൽ നെല്ലുണ്ടെങ്കിൽ അതിന് 8 കിൻഡൽ അല്ല 9 കിൻഡൽ നെല്ല് ഞാൻ ഇവർക്ക് ഫ്രീ കൊടുക്കണം. ആ ഫ്രീ കൊടുക്കുന്ന നെല്ലിൻ്റെ ചുമട്ടുകൂലി, വാരുകൂലി, വണ്ടിക്കൂലി, വള്ളക്കൂലി ഇതെല്ലാം ഞാൻ കൊടുക്കണം. ഞാൻ ദാനമായിട്ട് കൊടുക്കുന്ന മുതലാണ്. അതിൻ്റെ വരെ സകല എക്സ്പെൻസും ഞാൻ വഹിക്കണം. ഇത് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഹാൻഡിലിംഗ് ചാർജ് ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. എന്ന് സപ്ലൈക്കോ നെല്ലെടുക്കാൻ തുടങ്ങി അന്ന് 12 രൂപ നിജപ്പെടുത്തി. ആ 12 രൂപയാണ് ഈ 2023 ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും കിട്ടാനില്ല. ഏക്കറിന് 35,000-ഓളം രൂപ ചെലവ് കർഷകനായിട്ടുണ്ട്. പലരും കടം കയറി ആത്മഹത്യയുടെ വക്കിലാണ്. തകഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വിലതവണക്ക് നിലമുള്ളത്. അവിടെ കൃഷി ഓഫീസർ വരുന്നില്ല. ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ട് അവർ ഓതറൈസ് ചെയ്ത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈയിടെ കറണ്ട് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒന്ന് കൊടുക്കാൻ ഒരു അപേക്ഷ എന്ന് കഴിഞ്ഞപ്പോൾ അവർ ആലപ്പുഴ ഇരിക്കും. ഞങ്ങൾ പിന്നെ ആലപ്പുഴ പോയി അവിടെ സൈൻ ചെയ്തിട്ട് മേടിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുത്തു. കൃഷിയെ സംബന്ധിച്ച് ഒന്നും നമുക്ക് ഒരു ഇടപാട് ഒരുപാട് സംസാരിക്കാൻ എടുക്കാണ്. മറ്റവർക്കൊക്കെ എന്നാൽ ഓഫീസിരിക്കുന്ന സ്റ്റാഫിന് ഒരു പരിധിയുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്തു തരുന്നു. അതിൻ്റെ മേളിലാണല്ലോ കൃഷി ഓഫീസർ ഇരിക്കുന്നത്. അവരില്ല. ആൾ ഇന്ന് വരും, നാളെ വരും, എപ്പോൾ ചെല്ലുമ്പോൾ പറയും അടുത്ത ആഴ്ച വരും. അതിലെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഞങ്ങളിത് ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ പൈസയും കിട്ടുന്നില്ല. അങ്ങനെ ഒരു നാഥനില്ലാത്ത കളരിയ കണക്കായിപ്പോ എന്നുള്ളതാണ് ഈ കൃഷി. ഞങ്ങളുടെ ഉപജീവനം കൃഷിമാർഗമാണ്. ഞങ്ങളിനി എന്ത് ചെയ്യണം? തകഴിയിലെ 63 പാടശേഖരങ്ങളിലും സമാനമായ സാഹചര്യമാണ്. പലരും കാർഷിക വൃത്തി തന്നെ ഉപേക്ഷിച്ചു. തൽസ്ഥിതി തുടർന്നാൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് കർഷകർ നീങ്ങും.
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തം. സർജിക്കൽ ബ്ലോക്കിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ശ്രമം നടത്തുന്നു. ജി ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ദൃശ്യങ്ങളിൽ വലിയ തീപിടുത്തമാണെന്ന് മനസ്സിലാക്കുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആളപായമോ മറ്റോ ഉണ്ടോ? തീ പടരാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടോ? രേണുക, ആദ്യം ആശ്വാസകരമായി പറയുന്ന ആളപായം പോലെ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്യുന്ന സ്ഥിതി ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത്തരം വിവരങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തൊഴിലാളികളുണ്ടായിരുന്നു, അവർ തീപിടുത്തം കണ്ട് മാറി രക്ഷപ്പെടുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ച് ഗ്യാസോ നിന്നോ മറ്റോ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ബിൽഡിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് തീപിടിച്ചതാണ് എന്നുള്ള പ്രാഥമിക വിവരം, ഏറ്റവും പ്രാഥമികമായ വിവരമാണത്. അത് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ തീപിടുത്തം തുടങ്ങിയത്. അരമണിക്കൂർ ആകുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള വലിയ ശ്രമം തുടരുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ്, സർജിക്കൽ ബ്ലോക്കിനായി നിർമ്മിക്കുന്ന കെട്ടിടമാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം വലിയ പുകയും മറ്റും ഉണ്ട് എന്നുള്ളതാണ്. ഈ പുക മറ്റേ രോഗികൾക്കും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ഉണ്ടായ തീപിടുത്തമാണ് ഇത് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരം. നിലവിൽ ആളപായമോ മറ്റു പ്രശ്നങ്ങളോ മറ്റൊരു തരത്തിലുള്ള അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പുക എത്രയും പെട്ടെന്ന് അണയ്ക്കുന്ന സമയത്ത് കൂടുതൽ പുകയുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് അവിടെ വ്യാപകമായി പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതാണ് അവിടെ ഉള്ളവരെ സംബന്ധിച്ചിപ്പോൾ വലിയ ബുദ്ധിമുട്ടായി നിൽക്കുകയും ചെയ്യുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആവശ്യത്തിന് എത്തിയിട്ടുണ്ടോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുകയാണ്? സമീപത്ത് കോട്ടയത്ത് നിന്ന് അടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി വളരെ വേഗത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അത് തുടരുകയാണ്. വൈകാതെ തീ അണയ്ക്കാനാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പക്ഷെ തീ വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആളിക്കത്തുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ അണയ്ക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ ശ്രമം തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആളപായമില്ല എന്നുള്ളതും അല്ലെങ്കിൽ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളതും മാത്രമാണ് നിലവിൽ ആകെ ആശ്വാസമായിട്ടുള്ളത്. ശരി, എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നാണ് ജയ ശ്രീജിത്ത് പറയുന്നത്. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർമ്മിച്ച കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ വിള്ളൽ. വൈറ്റില ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡ് പാലവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് വിള്ളൽ. മേൽപ്പാലത്തിൽ പരിശോധന നടത്തിയ PWD ഉദ്യോഗസ്ഥർ അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശം നൽകി. സുവി വിശ്വനാഥൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാതയിൽ കുണ്ടന്നൂർ മേൽപ്പാലത്തിലാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ വൈറ്റില ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിനോടും ഈ പില്ലറിനോടും ചേർന്നാണ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഈ ഗ്യാപ്പിന് ഒരടിയോളം ദൂരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒപ്പം ഇതിന്റെ ഇരുമ്പ് കമ്പികൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇരുമ്പ് കമ്പിയോടൊപ്പം വെച്ച ഈ തെർമോകോൾ ഷീറ്റുകളും മറ്റും ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഏതായാലും ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ ഒരു വിള്ളൽ, ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു വിള്ളൽ ഈ കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ കാണപ്പെടുന്നത്. അതിനുശേഷം ഈ വിള്ളൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ അപ്രോച്ച് റോഡ് താഴ്ന്നു വരുന്നു എന്ന് പറയുന്നു. ഈ താഴ്ന്നു വരുന്നതിന് പല ഘട്ടങ്ങളിലായി ടാറിങ്ങും മറ്റും നടത്തിയിരുന്നു. പക്ഷേ ആ ടാറിങ്ങും മറ്റും നടത്തിയിട്ടും അത് ഫലപ്രദമായില്ല. ഇപ്പോഴും അപ്രോച്ച് റോഡ് താഴുന്നുണ്ട്. ഈ അപ്രോച്ച് റോഡ് താഴുന്നത് കൊണ്ട് തന്നെ മൾട്ടി ആക്സിൽ വാഹനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ കുലുങ്ങുന്നു എന്നും ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. PWD ആണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഒപ്പം ഈ കൈവരി, ഈ പാലത്തിന്റെ കൈവരിയും അകന്ന് മാറിയ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം ഈ PWD ആണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ദേശീയപാത അതോറിറ്റിക്ക് ഇതിന്റെ
ഈ പാലം ഇനിയും വിട്ടു നൽകിയിട്ടില്ല. ജനുവരി, അതായത് 2021 ജനുവരിയിലാണ് ഈ കുണ്ടന്നൂർ മേൽപ്പാലം നിർമ്മിക്കുന്നത്. വലിയ നാട്ടുകാരുടെ വലിയ ആവശ്യമായിരുന്നു കുണ്ടന്നൂരിലെ ഒരു ബ്ലോക്ക് തീർക്കുക, ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുണ്ടന്നൂർ മേൽപ്പാലം ഉണ്ടാക്കിയത് തന്നെ. അത് പരിഹരിക്കപ്പെട്ടോ എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തുടരുകയാണ്. എങ്കിൽ കൂടിയും ഇത്രയും വലിയ ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കി നിർമ്മിച്ച കുണ്ടന്നൂർ മേൽപ്പാലത്തിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. ഏതായാലും കഴിഞ്ഞ ദിവസം PWD ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഇത് പരിശോധിക്കുകയും ചെയ്തു. PWD നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇത് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി, അതായത് മാതാ കൺസ്ട്രക്ഷൻസ് ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി മാതാ കൺസ്ട്രക്ഷനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് PWD അധികൃതർ നൽകുന്ന വിശദീകരണം. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ ഇന്ന് ജോലിക്കെത്തി. ജീവനക്കാരുടെ കൂട്ട അവധിയിൽ ജില്ലാ കളക്ടർ നാളെ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. അർഹതപ്പെട്ട അവധിയാണെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും NGO അസോസിയേഷൻ പറഞ്ഞു. അവധി വിഷയത്തിൽ BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. 40 രൂപയുടെ വെള്ളക്കര അടയ്ക്കാൻ നാളെ മറ്റന്നാൾ 10-20 കിലോമീറ്റർ അകലെയെന്നാണ് വരുന്നത്. ഇതൊന്നും ക്ഷമിക്കാവുന്നതല്ല. പൊതുജനം കഴുതയായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇതെന്തൊരു കഷ്ടമാണിത്. സിവിൽ സർവീസ് ഇങ്ങനെയാണോ? ജീവനക്കാരുടെ കൂട്ട അവധിയിൽ ജനങ്ങൾക്കിടയിൽ അമർഷം പുകയുകയാണ്. ഓഫീസിലെത്തിയ നാട്ടുകാർ ജീവനക്കാർക്കെതിരെ ശക്തമായ വിമർശനമുയർത്തി. ഇവരെയൊക്കെ സത്യത്തിൽ ഈ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കേണ്ട സമയമായി. സാറേ, 40,000, 30,000, 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവരാ സാറേ. ഇവരെ ശമ്പളം വാങ്ങിക്കുന്നവരാ. ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്തവരുണ്ട്. അവരുടെ വോട്ടുകൂടാണ് ഈ ഗവൺമെന്റ്. എന്നാൽ അവധിയെ ന്യായീകരിക്കുന്ന നിലപാടിലാണ് ജീവനക്കാരുടെ സംഘടന. സംഭവത്തിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് വാദം. 19 പേര് താലൂക്ക് ഓഫീസിൽ നിന്ന് ടൂർ പോയിരുന്നു. അവരവരുടെ ഫാമിലി ആയിട്ടാണ് ടൂർ പോയിരുന്നത്. ആ 19 പേരും അർഹതപ്പെട്ട അവധി എടുത്തുകൊണ്ടാണ് ടൂർ പോയത്. ആ അവധി അനുവദിച്ച് തഹസിൽദാർ കൊടുത്തിട്ടാണ് അവർ ടൂർ പോയത്. എന്നാൽ 25 പേര് ഓഫീസിൽ ഹാജരായിരുന്നു. പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ അന്നത്തെ ആ ഒരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ സംഭവിച്ചിട്ടില്ല. പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു പരാതികളും ഉയർന്നിട്ടില്ല. പ്രതിഷേധങ്ങൾക്കിടെ കൂട്ട അവധിയെടുത്ത ജീവനക്കാർ ഇന്ന് താലൂക്ക് ഓഫീസിൽ തിരികെ എത്തി. 19 ജീവനക്കാരാണ് കുടുംബസമേതം വിനോദയാത്രയ്ക്ക് പോയത്. 63 പേരുള്ള ഓഫീസിൽ 25 പേരായിരുന്നു വെള്ളിയാഴ്ച ജോലിക്കെത്തിയത്. അവധി നൽകാതെ പോയവരോട് വിശദീകരണം ചോദിക്കും. ADM നൽകുന്ന റിപ്പോർട്ട് നാളെ കളക്ടർ റവന്യൂ മന്ത്രിക്ക് കൈമാറും. ഇതിനിടെ പണം നൽകി MLA KU ജിനീഷ് കുമാർ തന്നെ താലൂക്ക് ഓഫീസിൽ എത്തിച്ചതാണെന്ന ജീവനക്കാരുടെ വാദം ഭിന്നശേഷിക്കാരനായ കരുണാകരൻ തള്ളി. മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുകയാണ്. MLA എനിക്ക് കാശ് തന്നിട്ടുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ ഒത്തു കളിക്കുകയാണ്. ഇദ്ദേഹം ഞാനുമായിട്ട് നല്ല രീതിയിൽ പോലും ഒന്ന് സംസാരിക്കാനുള്ള ഇടം ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. അതിന് സമയമില്ല പുള്ളിക്ക്. കൂട്ട അവധിക്കെതിരെ BJP താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് 18 പത്തനംതിട്ട. ഉണ്ണി മുകുന്ദൻ കേസിൽ തനിക്കെതിരായ കോടതി പരാമർശങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായി അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂർ. മാധ്യമങ്ങളിൽ തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നതായും സൈബി കോടതിയെ അറിയിച്ചു. ഉണ്ണി മുകുന്ദനെതിരായ പീഡനശ്രമ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് സൈബി ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. പരാതിക്കാരിയുടെ അഭിഭാഷകൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ സമയം ആവശ്യപ്പെട്ടു. കേസ് പരിഗണിക്കുന്നത് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. കാന്താര സിനിമയിലെ വരാഹരൂപം കോപ്പിയടിച്ചതല്ലെന്ന് സംവിധായകൻ ഋഷഭ് ഷെട്ടി. പാട്ട് ഒറിജിനലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും ഋഷഭ് ഷെട്ടി പ്രതികരിച്ചു. ഗാനത്തിന്റെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് മൊഴി നൽകിയത്. അതിനുശേഷമായിരുന്നു പ്രതികരണം. തൈക്കൂടം ബ്രിഡ്ജ് നൽകിയ പരാതിയിലാണ് മൊഴിയെടുക്കൽ. തൈക്കൂടം ബ്രിഡ്ജിന്റെ നവരസം എന്ന ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്നാണ് കേസ്. ഇരുവർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. Kerala Film Fraternity, everybody is supported for our this issue also about Vararupam. So this is just a formality. So Ramana Kardidarillige ಬಂದಿದ್ದೀವಿ. We thanks the police department also. ತುಂಬಾ ಚೆನ್ನಾಗಿ ನಮ್ಮನ್ನು ನಡೆಸಿಕೊಂಡು ತುಂಬಾ ಚೆನ್ನಾಗಿ ನಮಗೆ ಏನೇನು ಬೇಕು ಅಂತ ಕೇಳಿದ್ರು and we also told them. So ಮಿಕ್ಕಿದ್ದೆಲ್ಲವೂ ಮುಂದೆ ಕೋರ್ಟಲ್ಲಿ ನೋಡ್ತೀವಿ. ಥ್ಯಾಂಕ್ ಯು. How to deal the case? ಇದು ಕೇಸ್ ಕೋರ್ಟಲ್ಲಿ ಇರೋದ್ರಿಂದ we'll wait for the court verdict ಏನು ಬರುತ್ತೆ ಅದಕ್ಕೆ ವೇಟ್ ಮಾಡ್ತೀವಿ. Did you explain everything? Yes. What's your stand if you can repeat? It's our original composition. We'll stand for that. So did you use the song after understanding the copyright issue? ಅರ್ಥ ಆಗಲಿಲ್ಲ.
കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. കേസിലെ പ്രതിയായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് പരിഗണിക്കും. കുട്ടികളെ കൈവശം വെച്ച ദമ്പതികളെ പ്രതി ചേർത്തിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസിൽ അനൂപിനെയും ഭാര്യയെയും പ്രതി ചേർത്താൽ അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ അനിൽകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് നിയോഗിച്ച പ്രത്യേക അന്വേഷണ കമ്മീഷനും സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ചേർത്തല കഞ്ഞിക്കുഴി വാരണത്ത് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വാരണം തോട്ടുങ്കൽവെളി ഉത്തമൻ നായരുടെ മകൻ ആദിത്യനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. അയൽവാസികളുമായുള്ള തർക്കത്തിനിടെ ഇന്നലെ ഉച്ചയ്ക്കാണ് വെട്ടേറ്റത്. ഡോക്ടറെ ആക്രമിച്ച കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ ആദിത്യൻ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിന് GST നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന് ആരോപിച്ച കേരളത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വിമർശനം. AG അംഗീകരിച്ച കണക്ക് 2017 മുതൽ കേരളം നൽകുന്നില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും കണക്ക് നൽകിയാൽ കുടിശ്ശിക അനുവദിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അറിയിച്ചു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പ്രചാരണം കടുപ്പിച്ച് പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. അഗർത്തലയിൽ 3 മണിക്കാണ് റാലി. CPM-ന്റെയും കോൺഗ്രസിന്റെയും സംയുക്ത റാലിയും ഇന്ന് നടക്കും. 60-അംഗ നിയമസഭയിലേക്ക് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. BJP-ക്കും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്രമോത്തയും ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനത്തിന് ബംഗളൂരുവിലെ യലഹങ്ക എയർബേസിൽ തുടക്കം. പുതിയ ഇന്ത്യയുടെ പ്രതീകമാണ് എയ്റോ ഇന്ത്യ ഷോ എന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് ഇന്ത്യ പുതിയ ഉയരങ്ങളിലെത്തി. പ്രതിരോധ മേഖലയിൽ പതിറ്റാണ്ടുകളായി ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ 75 രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കയറ്റുമതി 6 ഇരട്ടി വർദ്ധിച്ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. इस परसेप्शन को भी बदला है. आज एरो इंडिया केवल एक शो नहीं है, ये इंडिया की स्ट्रेंथ भी है. आज ये इंडियन डिफेंस इंडस्ट्री के स्कोप को भी फोकस करता और सेल्फ कॉन्फिडेंस को भी फोकस करता है. ऐसा इसलिए क्योंकि आज दुनिया की डिफेंस कंपनियों के लिए भारत केवल एक मार्केट ही नहीं है, भारत आज एक पोटेंशियल डिफेंस पार्टनर भी है. LTTE തലവൻ വേലുപ്പിള്ള പ്രഭാകരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവകാശവാദം. ശ്രീലങ്കൻ തമിഴ് ആക്ടിവിസ്റ്റ് P. നെടുമാരനാണ് ഇക്കാര്യം പറഞ്ഞത്. പ്രഭാകരൻ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായി താൻ ബന്ധപ്പെടാറുണ്ടെന്നും നെടുമാരൻ പറയുന്നു. പ്രഭാകരന്റെ അനുമതിയോടെയാണ് ഈ വെളിപ്പെടുത്തലെന്നും നെടുമാരൻ പറഞ്ഞു. நம்முடைய தமிழீழ தேசிய தலைவர் மேதகு பிரபாகரன் அவர்களை பற்றிய ஒரு உண்மை அறிவிப்பினை இந்த சூழலில் தமிழீழ தேசிய தலைவர் பிரபாகரன் அவர்கள் மிக்க நலமுடன் இருக்கிறார் என்ற நற்செய்தியை உலகம் முழுவதிலும் உள்ள தமிழர்களுக்கு உறுதியாக தெரிவிப்பதில் நான் மட்டற்ற மகிழ்ச்சி அடைகிறேன். இதுவரை அவரை பற்றி திட்டமிட்டு பரப்பப்பட்ட ஊகங்களுக்கும் ஐயங்களுக்கும் இந்த செய்தி உறுதியான முற்றுப்புள்ளியை வைக்கும் என்று நம்புகிறேன். തുർക്കി ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 34,000 കടന്നു. തുർക്കിയിൽ 30,000-ഓളം പേരും സിറിയയിൽ 4,000-ലേറെ പേരുമാണ് മരിച്ചത്. സിറിയയിലെ വിമത മേഖലയായ ഇദ്ലിബിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു.
കൊടും നാശം വിതച്ച ഭൂകമ്പമുണ്ടായിട്ട് ഇന്നേക്ക് ഒരാഴ്ച. ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും തുർക്കിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഭൂകമ്പമുണ്ടായി 6 ദിവസം പിന്നിട്ടപ്പോഴും ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം ഇവർക്കുണ്ട്. ഹതായ് പ്രവിശ്യയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് 10 വയസ്സുകാരിയെയും 35കാരനെയും ജീവനോടെ പുറത്തെടുത്തു. മരണസംഖ്യ 55,000 കടക്കുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കുന്നത്. ഭൂകമ്പബാധിത പ്രദേശങ്ങളിൽ ആയുധങ്ങളുമായി മോഷണത്തിനിറങ്ങിയ 100-ലേറെ പേരെ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം വിമതരുടെ നിയന്ത്രണത്തിലുള്ള സിറിയയുടെ വടക്കൻ മേഖലയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചു. രക്ഷാപ്രവർത്തനത്തിൽ പിഴവ് സംഭവിച്ചെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. 12 വർഷമായി യുദ്ധം തുടരുന്ന സിറിയയിലെ ഭൂകമ്പബാധിത മേഖലകളിൽ ടെന്റുകളോ വസ്ത്രങ്ങളോ ആവശ്യത്തിന് ഭക്ഷണമോ ലഭ്യമാകുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സ്പോർട്സ്. പ്രഥമ വനിതാ IPL-നുള്ള താരലേലം ഇന്ന് മുംബൈയിൽ നടക്കും. ഉച്ചയ്ക്ക് 2:30-നാണ് ലേലം. ആകെ രജിസ്റ്റർ ചെയ്ത 1525 പേരിൽ നിന്ന് 409 പേരെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തുക. 5 ടീമുകളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 7 വിദേശ താരങ്ങളെ ഉൾപ്പെടെ 18 പേരെ സ്വന്തമാക്കാം. 12 കോടി രൂപയാണ് ചെലവഴിക്കാൻ കഴിയുന്ന തുക. സ്മൃതി മന്ധാന, ഹർമൻപ്രീത് കൗർ, ഷെഫാലി വർമ്മ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് അടിസ്ഥാന വില. സച്ചിൻ തെണ്ടുൽക്കറെയും മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കൽ വോണിനെയും ഉൾപ്പെടെ അമ്പരപ്പിച്ച ഒരു ക്യാച്ചിലേക്കാണ് ഇനി. കർണാടകയിലെ ഒരു പ്രാദേശിക ക്രിക്കറ്റ് മത്സരത്തിനിടെ സംഭവിച്ച ഈ അമ്പരപ്പിക്കുന്ന ക്യാച്ച് നിരവധി പ്രമുഖരാണ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഒരു ടെന്നീസ് ക്രിക്കറ്റ് ബോൾ ടൂർണമെന്റാണ് വിസ്മയിപ്പിച്ച ആ വേദി. മത്സരം നടന്ന സ്ഥലമോ അമാനുഷിക മെയ്വഴക്കവും കൗശലതയും പ്രകടമാക്കിയ ആ ഫീൽഡറുടെ പേരോ അറിയില്ല. ഒന്നു മാത്രം, ആ ക്യാച്ച് കാണുന്ന ആരും മനസ്സിലെങ്കിലും പറയും, വാവ്. സ്ഥലവും വ്യക്തിയും അവ്യക്തമാണെങ്കിലും ലോക ക്രിക്കറ്റിലെ പ്രമുഖരുടെ കൈയടി നേടി ആ ഫീൽഡർ. ഫുട്ബോൾ അറിയാവുന്നവനെ ഫീൽഡിലിറക്കിയാൽ ഇങ്ങനെ സംഭവിക്കുമെന്നാണ് ആ അക്രോബാറ്റിക് കിക്കിനും പിന്നാലെയുണ്ടായ ക്യാച്ചിനും സച്ചിൻ ടെണ്ടുൽക്കറുടെ കുറിപ്പ്. മുൻ ഇംഗ്ലീഷ് നായകൻ മൈക്കൽ വോൺ അല്പം കൂടി കടത്തിയെഴുതി. ഉറപ്പായും എക്കാലത്തെ മികച്ച ക്യാച്ച്. കിവീസ് താരം ജെമീനി ഷാമും വീഡിയോ പങ്കുവച്ച് കൈയടിക്കുന്നു. ദൃശ്യങ്ങൾ വൈറലായതോടെ ഈ പ്രകടനത്തിൽ തേർഡ് അമ്പയറുടെ വിധി എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലെ ക്രിക്കറ്റ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ലാലിഗയിൽ ബാഴ്സലോണയുടെ വിജയക്കുതിപ്പ് തുടരുന്നു. വിയാറയലിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ബാഴ്സ തോൽപ്പിച്ചു. 18-ാം മിനിറ്റിൽ പേദ്രിയാണ് മത്സരത്തിൽ ഏക ഗോൾ നേടിയത്. 56 പോയിന്റുമായാണ് ലാലിഗ പട്ടികയിൽ ബാഴ്സ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. ജി മാർട്ട് പഞ്ച് ഓഫർ വിജയികളെ പ്രഖ്യാപിച്ചു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി മാർട്ട് ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ഏർപ്പെടുത്തിയ വിജയികളെയാണ് പ്രഖ്യാപിച്ചത്. പഞ്ച് ഓഫറിലെ 350 ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നേടിയവരെയും 10 ടാറ്റ പഞ്ച് കാറുകളുടെ ബമ്പർ സമ്മാന ജേതാക്കളെയുമാണ് പ്രഖ്യാപിച്ചത്. സുൽഫിക്കർ, ഷെസിൻ, മഹറൂഫ്, ഷാബ്നാഥ്, റജീന, പാലു, ഷഹബാസ്, തോമസ് വർഗീസ്, സജീവ് PR, ജെമി ജെറി ജോൺ, ബിനു എന്നിവരാണ് ടാറ്റ പഞ്ച് കാർ സ്വന്തമാക്കിയവർ. നന്ദിലത്ത് ജി മാർട്ട് ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എന്നിവരും സന്നിഹിതരായി. തെരുവ് ജീവിതം ആഘോഷമാക്കുന്ന ബാല്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും. രണ്ടറ്റവും കോട്ടിമുട്ടിക്കാൻ മാതാപിതാക്കൾ പൊരിവെയിലിൽ വിയർത്ത് പണിയെടുക്കുമ്പോൾ
വിരസതയകറ്റാൻ ഇവർ തെരഞ്ഞെടുക്കുന്നത് കൗതുകമുള്ള വഴികളാണ്. കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ കുരുന്നുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. വീണ്ടിടം വിഷ്ണുലോകമാക്കിയ പിഞ്ചുമക്കൾ ചൂടിന്റെ കാഠിന്യം ആരോഗ്യമുള്ളവരെ വരെ തളർത്തുമ്പോൾ തുണികൾ കോർത്തിണക്കിയ ഈ ഊഞ്ഞാലിൽ ആടിയും പാടിയും ഇടവേളകൾ ആഘോഷമാക്കുകയാണിവർ. മാറോട് ചേർത്ത് താലോലിക്കേണ്ട അമ്മ പൊരുവെയിലിൽ വിയർത്ത് പണിയെടുക്കുന്നതിനാൽ കുഞ്ഞനുജനെ നെഞ്ചോട് ചേർത്ത് ലാളിക്കുന്ന പെൺകുട്ടിയുമുണ്ട് കൂട്ടത്തിൽ. ഈ ഊഞ്ഞാലാണ് ഇവരുടെ ലോകം. ചൂടും വെയിലുമാണ് കൂട്ടുകാർ. ചുവപ്പ് സിഗ്നൽ പച്ച വെളിച്ചത്തിന് വഴിമാറിയതോടെ ചൂളം വിളിച്ചുകൊണ്ട് ട്രെയിൻ മുമ്പോട്ട് നീങ്ങി. നിറഞ്ഞ ചിരിയും തെളിഞ്ഞ മുഖവുമായി ആ അപരിചിതർ ഞങ്ങൾക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടേയിരുന്നു. കാഴ്ചയിൽ നിന്ന് മാറും വരെ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷൻ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജനോത്സവത്തിൽ നൃത്തം ചെയ്യുന്ന 78-കാരിയെ കാണാം. കമലേശ്വരം സ്വദേശി ഗ്രേറ്റ് ഹോൺബിൽ എന്ന മലമുഴക്കി വേഴാമ്പലിന്റെ നീലഗിരി ഗൂഡല്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഗൂഡല്ലൂർ ടൗണിനടുത്ത ജനവാസ മേഖലയിലാണ് ഇവയെത്തിയത്. നീലഗിരി വനമേഖലകളിൽ പോലും ഇവയെ അപൂർവമായി കാണാറുള്ളൂ. 50 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. അസം DGP ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് മകൾ ഐശ്വര്യ സിംഗ് IPSൽ നിന്നും സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ ദിവസം സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ പാസ് ഔട്ട് പരേഡിനിടെയായിരുന്നു സല്യൂട്ട്. വീഡിയോ DGP ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് തന്നെയാണ് ട്വിറ്ററിൽ പങ്കുവച്ചത്. അച്ഛനും മകൾക്കും സ്നേഹാശംസകളുമായി നിരവധി പേരാണ് കമന്റ് ചെയ്തത്. വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ കുറുമ്പാലക്കോട്ടയിലെ കാഴ്ച കാണാം. സൂര്യോദയവും അസ്തമയവും മനം മറന്നാസ്വദിക്കാൻ വയനാട്ടിൽ ഇതിലും നല്ലൊരു സ്ഥലമില്ല. കോടമഞ്ഞും കയ്യെത്തി തൊടാവുന്ന അകലത്തിലുള്ള മേഘങ്ങളും ചേരുമ്പോഴുള്ള ദൃശ്യഭംഗി കണ്ടു തന്നെ അറിയാം.